ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് എങ്ങനെ ഒരു ഈസി ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനാണ്. അതിലേക്ക് കുരുമുളകും ഉപ്പും ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് ചിക്കൻ സ്റ്റോക്ക് ആവശ്യമുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ വെന്ത് കഴിഞ്ഞു. അതിൻ്റെ ചിക്കൻ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വേവിച്ച ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുള്ള വെജിറ്റബിൾസ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ രീതിയിൽ. ആദ്യമായിട്ട് ഞാൻ 2 മീഡിയം സൈസ് സവോള, 2 വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ക്യാബേജ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ബീൻസാണ്. ബീൻസ് ഞാൻ നൈസായിട്ട് ചെറിയ രീതിയിൽ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര സ്പ്രിംഗ് ഓണിയൻ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ അടുത്തായിട്ട് ക്യാരറ്റ് ഞാൻ ചോപ്പറിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ അടുത്തായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ക്യാപ്സിക്കമാണ്. അതും ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്താണ് എടുത്തേക്കുന്നത്. ഫ്രൈഡ് റൈസിലെല്ലാം നമ്മൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്താണ് എടുക്കാറ്. ഞാൻ ഇവിടെ അരി വൈറ്റ് സല്ലിയാണ് എടുത്തേക്കുന്നത്. 3/4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ 20 മിനിറ്റ് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ്. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. 100 ഗ്രാം ബട്ടറിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു വെളുത്തുള്ളി, പച്ചമുളക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ബീൻസാണ്. കാരണം വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ വെജിറ്റബിൾസിൽ ഏറ്റവും കൂടുതൽ വേവ് വേണ്ടത് ബീൻസിനാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ്. അത് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. ഈ സ്റ്റെപ്സ് എല്ലാം സ്പീഡിലാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫുൾ ഫ്ലെയിമിലിട്ട് ഞാൻ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട സ്റ്റെപ്സാണ് ഇതെല്ലാം. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്യാബേജാണ്. ലാസ്റ്റാണ് ഞാൻ സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സവോളയ്ക്ക് അത്ര വേവൊന്നുമില്ല, അതുകൊണ്ടാണ് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കേണ്ട സ്റ്റെപ്സാണ്. അതിനുശേഷം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സോസുകൾ ആഡ് ചെയ്യാം. ആദ്യം തന്നെ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തു. 3 ടേബിൾ സ്പൂണോളം സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ ഗ്രീൻ ചില്ലി സോസാണ് ആഡ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ സ്റ്റോക്കാണ്. നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന ചിക്കൻ സ്റ്റോക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് 2 മാഗി ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കൈ വെച്ച് തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിവിടെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ആ ഒരു ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. അപ്പം നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഓയിൽ, ആ ഒരു ബട്ടറും ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം. ആ ഒരു ഓയിലിലേക്കാണ് നമ്മൾ എഗ്ഗ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ 6 മുട്ട ഉപ്പും കുരുമുളകും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. അത് ഞാൻ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മുട്ട വെന്ത് വന്നതിന് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് വെന്ത് വന്നതിന് ശേഷം ഞാൻ മൊത്തത്തിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ മൊത്തത്തിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന റൈസ്. ഈ റൈസ് ഞാൻ ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും വെള്ളത്തിലിട്ട് ഒരു 75-80% ഞാൻ വേവിച്ച ഒരു റൈസാണിത്. അപ്പോൾ ആ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഒരുമിച്ച് ഒരിക്കലും റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ ഇട്ട് കൊടുക്കാവുള്ളൂ. കുറച്ചിടുക, പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ചിടുക, അങ്ങനെ. ഇപ്പം മൊത്തത്തിൽ എല്ലാ റൈസും ഞാൻ ചേർത്ത് ഇവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി മറ്റൊരു വീഡിയോ കാണാം. ബൈ.